ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അറേബ്യക് സ്നാക്കായ കുനാഫയാണ്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് 110 ഗ്രാമിൻ്റെ നൈലോൺസിൻ്റെ റോസ്റ്റഡ് വെർമസിലിയാണ്. അത് നമുക്കൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം. ക്രഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തപ്പോൾ എനിക്ക് രണ്ടും രണ്ട് സൈസിലെയാണ് കിട്ടിയിരിക്കുന്നത്. 2 പാക്കറ്റും, ഒന്ന് തിന്നായിട്ടുള്ളതും അല്ലാത്തത് ഇച്ചിരി കട്ടിയായിട്ടുള്ളതുമാണ് കിട്ടിയിരിക്കുന്നത്. അത് നമുക്കൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നുകൂടി റോസ്റ്റ് ചെയ്യുന്നുണ്ട്. കുനാഫയുടെ ഒറിജിനൽ ഡൗ കിട്ടാത്തത് കൊണ്ടാണ് ഈ വെർമസിലി ഉപയോഗിക്കുന്നത്. എല്ലായിടത്തും അവൈലബിൾ അല്ല ഈ ഡൗ. ഇത് നമ്മൾക്കൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് 1 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഓൾറെഡി റോസ്റ്റഡ് ആണ്. ഇത് ഒന്നുകൂടി നമ്മൾക്ക് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം. കാരണം ഇതിന് ക്രിസ്പിനെസ് കൂടുതലായിട്ട് വരും. നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇത് റോസ്റ്റ് ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നിയത്. അതാണ് കൂടുതൽ ടേസ്റ്റിയും. ഇതൊരു 2 മിനിറ്റ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ഓൾറെഡി റോസ്റ്റഡ് ആണ്. ഇതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾക്ക് കുനാഫയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്രീം തയ്യാറാക്കാം. അതിന് വേണ്ടി ചുവട് കട്ടിയുള്ള ഒരു ചരുവ് എടുത്ത് വെക്കുക. അതിൽ ഫ്ലെയിം ഓൺ ആക്കാതെ തന്നെ കൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു 250 ml പാല് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ എൻ്റെ അടുക്ക് 200 ml കപ്പാണ്. അതിൻ്റെ കൂടെ 50 ml കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ 250 ml ആവും. ഇതിലേക്ക് 3 സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ 3 സ്പൂണ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കണം. മധുരം പലർക്കും പല വിധമാണ്. കാരണം ചിലർക്ക് ഷുഗർ പേഷ്യൻ്റ് ആയിരിക്കും, അവർക്ക് കുറച്ച് മതിയായിരിക്കും. പിന്നെ കുട്ടികൾക്ക് പഞ്ചസാര കൂടുതൽ വേണമായിരിക്കും, മധുരം കൂടുതൽ വേണമായിരിക്കും. അവർക്ക് ഇച്ചിരി പഞ്ചസാരയൊക്കെ കൂടുതലിടുന്നത് വളരെ നല്ലതായിരിക്കും. കുഞ്ഞുങ്ങളല്ലേ, അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പഞ്ചസാര ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഈ പഞ്ചസാരയും കോൺഫ്ലവറും പാലും കൂടി നല്ലതായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം നമ്മൾ. അതിന് ശേഷമേ ഫ്ലെയിം ഓൺ ആക്കാവൂ. ഫ്ലെയിം ഓൺ ആക്കുന്നതിന് മുമ്പിട്ട് നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ കട്ടയായിട്ട് കിടക്കും. അത് നമ്മൾ ക്രീം ഉണ്ടാക്കുമ്പോഴും ക്രീം ശരിയാകത്തില്ല. ഉണക്ക് തന്നെ മീഡിയം ഫ്ലെയിമിൽ ഇത് ചെയ്യാവൂ. പതുക്കെ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കുക, കരിയാൻ സാധ്യതയുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓൺ ആക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ ചെറിയ രീതിയിൽ കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചീസും ഫ്രഷ് ക്രീമും ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അമൂലിൻ്റെ 4 25 ഗ്രാമിൻ്റെ ചീസ് ക്യൂബാണ്. അതിൻ്റെ കൂടെ അമൂലിൻ്റെ തന്നെ ഫ്രഷ് ക്രീമും ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് രണ്ടും ഈസിലി അവൈലബിൾ ആയിട്ട് എല്ലായിടത്തും കിട്ടുന്നതായതുകൊണ്ട് ഇത് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ചീസിനും ഫ്രഷ് ക്രീമിനും പകരം ചീസ് ക്രീം മാത്രം ഇട്ടാലും മതി. ഇതിപ്പോൾ മിക്സായി കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്കിനി 1 സ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് 1 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾക്കിനി ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ചരുകം വെച്ചിട്ട് 1 ബൗൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് 1 ബൗൾ പഞ്ചസാരയും ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി ഈ ഷുഗർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ മെൽറ്റായിട്ടുണ്ട്. ഇതിലേക്ക് അരനാരങ്ങയുടെ ജ്യൂസ് നമ്മൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പഞ്ചസാരപ്പാനി തണുക്കുമ്പോൾ കട്ടിയാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലെമൺ ജ്യൂസ് ഒഴിക്കുന്നത്. റോസ് വാട്ടറും കൂടി ഒഴിച്ചതിന് ശേഷം നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾക്ക് ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന വെർമസിലിയിലേക്ക് 1 ബൗൾ നെയ്യ് എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഓറഞ്ച് കളറോ അല്ലെങ്കിൽ റെഡ് കളറോ നിങ്ങൾക്ക് ആഡ് ചെയ്തു അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കളർ ചൂസ് ചെയ്യും. ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ആ വെർമസിലിയിലേക്ക് ഇതിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. നെയ്ക്ക് പകരം ബട്ടർ ആയാലും നല്ലതാണ്. ഇനി നമുക്ക് ഒരു ബേക്കിംഗ് ടിന്നോ ഒരു പരന്ന പാത്രമോ എടുത്ത് അതിൽ നെയ്യ് പുരട്ടി നമ്മൾക്ക് ഇതിൻ്റെ ലെയറിങ് തുടങ്ങാം. ഇതിലേക്ക് ഇനി ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വെർമസിലി ഇട്ട് കൊടുക്കുക. അത് ഇച്ചിരി കട്ടിക്കിരുന്നോട്ടെ. നല്ലതായിട്ട് തവി വെച്ച് അമക്കി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം. അതായത് നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ പകുതി ഇതിനകത്തിൽ ഒരു ലെയറിൽ ഇട്ട് കൊടുക്കണം. ഇനി അടുത്ത ലെയർ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീം ഫുൾ ഇട്ട് കൊടുക്കണം. പരത്തി എല്ലാ സൈഡും ഫുൾ നമുക്ക് കവർ ചെയ്യണം. നമുക്കിനി 3ാമത്തെ ലെയറിലേക്ക് ബാക്കിയുള്ള വെർമസിലി ഇട്ട് കൊടുക്കാം. പതുക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കണം. നമ്മൾക്ക് ഒരു ഫ്രൈ പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഇറക്കി വയ്ക്കാം.
10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് ആയിട്ടുണ്ട്. നമ്മൾക്ക് ഇതിലേക്ക് സ്വല്പം ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഒന്ന് ആറിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഒരല്പം ഡ്രൈ ഫ്രൂട്ട്സ് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചിരഞ്ചി പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അറേബ്യൻ ഡിഷായ കുനാഫ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായി വരികയാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയേക്കണേ.